ഏകദേശം കറണ്ട് ബില്ല് 2800 to 3000 ആ റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ ലാസ്റ്റ് ഇപ്പോൾ ബില്ല് വന്നേക്കുന്നത് 800 സംതിങ്ങോളം ബില്ലാണ്, എമൗണ്ട് ആണ് കുറഞ്ഞിരിക്കുന്നത്. അത്രയും ഇവിടെ നിന്ന് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്നതിന്റെ അവിടെ വരെ ഏകദേശം ഒരു 6 മീറ്റർ ആണ് നമുക്ക് കേബിളിന്റെ ലെങ്ത് വരുന്നുള്ളൂ. 4 കാല് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗാമ പ്ലസ് എന്ന് പറയുന്ന 3 kV ഇൻവെർട്ടർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഞെക്കാം, 3 തവണ ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് തെളിയും. അത് 4-5 മണി സമയത്താണ്. അതുകൊണ്ട് സോളാർ ത്രൂ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. ലേറ്റസ്റ്റ് പാനൽ 52 വോൾട്ട് യൂസ് ചെയ്യുന്ന പാനലൊക്കെ നമുക്ക് 2 സുഖമായിട്ട് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൽ AC കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ACയുടെ അവിടെ ഒരു ബൈപ്പാസ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓവർ വെക്കുക. ഡയറക്റ്റ് രാത്രി നമ്മൾ KCBയിലേക്ക് ഇടാം. ആയതുകൊണ്ട് നമുക്ക് 10 to 15 വർഷം വരെ ലൈഫ് ഉണ്ട്. അതായത് അങ്ങനെ പൊട്ടിത്തെറിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് കാരണം ഇപ്പൊ 5000 ബില്ലോ അല്ലെങ്കിൽ 4000 3000 ബില്ലോ എന്നോടത്ത് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ല് കുറച്ച് അതിന്റെ താരിഫ് മാറാൻ പറ്റും. നിങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ഗ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് യൂണിറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇത് ചെയ്യാനായിട്ട് മൊത്തം നമുക്ക് ചെലവ് വരുന്നോളും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 kV ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് അടുത്ത് യോധനാപുരം സ്ഥലത്ത് ദേവസിക്കുട്ടിച്ചാൻ്റെ വീട്ടിൽ, ഈ കണ്ണ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ചേട്ടൻ നാട്ടിലില്ല, ചേട്ടൻ ലീവിന് വന്നപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഏകദേശം ഒരു 3-4 മാസം മുമ്പ്, കറക്റ്റ് പറയുകയാണെങ്കിൽ മാർച്ച് മാസത്തിലാണ് നമ്മൾ സിസ്റ്റം ഇവിടെ ചെയ്തത്. അപ്പോൾ ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ലീവ് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റം നമ്മളിപ്പോൾ കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കറണ്ട് ബില്ല് വന്ന വേരിയേഷനൊക്കെ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം കറണ്ട് ബില്ല് 2800 to 3000 ആ റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം ബില്ല് കുറഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ലാസ്റ്റ് 2 ബില്ല് വന്നിരുന്നു. അതിൽ ലാസ്റ്റ് ഇപ്പോൾ ബില്ല് വന്നേക്കുന്നത് 800 സംതിങ്ങോളം ബില്ലാണ്, എമൗണ്ട് ആണ് കുറഞ്ഞിരിക്കുന്നത്. അത്രയാണ് നമുക്ക് ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റം വെച്ചതിന് ശേഷം ഒരു 2 ആഴ്ച ഇപ്പോൾ ബില്ല് വന്നിരുന്നു. അത് ഗ്യാപ്പ് വന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ് വർക്കിംഗ് തുടങ്ങിയതിന് ശേഷം വന്നേക്കണ ബില്ലാണ് ഈ പറഞ്ഞതിൽ 800 സംതിങ്ങോളം ബില്ല് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇതായിരിക്കും ഇതിൻ്റെ ബില്ല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ അതിൻ്റെ ഡീറ്റെയിൽസും, നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ വരുന്നത്, UTL എന്ന കമ്പനിയുടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടാലാണ് ഈ സിസ്റ്റത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, വീടിൻ്റെ ആയിട്ട് ടോപ്പിലായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ പാനൽ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ 590 വാട്ട്സിൻ്റെ മോണോപ്രിക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫിഷ പാനലാണ്, ടോപ്കോൺ ബൈഫിഷ പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാനലും വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ 590 വാട്ട്സിൻ്റെ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു പാനലിൻ്റെ VOC ഓൾമോസ്റ്റ് 52 വോൾട്ടോളം VOC വരുന്നുണ്ട്. 13 നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആംബിയർ ആയിട്ട് വരുന്നത്. 2 പാനലും നമ്മൾ സീരീസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ താഴേക്ക് കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്നതിൻ്റെ അവിടെ വരെ ഏകദേശം ഒരു 6 മീറ്റർ ആണ് നമുക്ക് കേബിളിൻ്റെ ലെങ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് 4 ohm DC കേബിൾ ഇട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻഡ് ക്ലാമ്പ് മിഡ് ക്ലാമ്പ് ഉപയോഗിച്ച് നല്ല അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് നമ്മൾ പാനലിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള വെയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാനലിൽ നിന്ന് കിട്ടും. എൻ്റെ സ്റ്റാൻഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ 1.5 4 പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡ് കാല് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 2 പർലിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ആംഗിൾ ബോട്ട് ചെയ്തിട്ട് പ്ലേറ്റ് വെച്ച് അങ്ങനെ ആംഗിൾ ബോട്ട് ചെയ്തിട്ട് നമ്മൾ കാല് താഴെ ഉറപ്പിച്ചേക്കാണ്. 4 കാല് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉറപ്പുള്ള സ്റ്റാൻഡാണ്. കാര്യം നമ്മൾ കോൺക്രീറ്റ് ഇവിടെ ലീക്കേജും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് പക്ക റെഡി ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൈമർ പ്ലസ് പെയിന്റ് അടിച്ച് നമ്മൾ തുരുമ്പിടാത്ത രീതിയിലാണ് നമ്മളെ പാനലിൻ്റെ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് മൊത്തത്തിൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 25 വർഷം വരെ പാനൽ ലൈഫ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പാനലിൻ്റെ സ്റ്റാൻഡിനും ലൈഫ് വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ സ്റ്റാൻഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പാനലിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ നമ്മുടെ മേൽവശത്ത് കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം പിന്നെ നമുക്ക് താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസിന് താഴെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റും UTLൻ്റെ ഇൻവെർട്ടറും UTLൻ്റെ ലിഥിയം ബാറ്ററിയാണ് നമ്മളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള കേബിളും നമ്മൾ ഇതിലേക്ക് കൊടുത്തേക്കുന്ന ഇൻപുട്ട് കാര്യങ്ങൾ വരുന്ന 2 പൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നമ്മുടെ സോളാർ പാനലിൻ്റെ 4 ohm DC കേബിൾ നേരെ വന്ന് നമ്മുടെ DC ബ്രേക്കർ 32 ആംപിയറിന്റെ DC ബ്രേക്കർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, വിഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഈ ബ്രേക്കറിലേക്കാണ് കയറുന്നത്. ഇതിന്റെ ഔട്ട് നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. ഇത് ഇൻബിൽഡ് MPPT വരുന്ന ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. പിന്നീട് വരുന്നത് നമ്മൾ ഇതിനകത്ത് വേറെ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിലേക്കുള്ള ഒരു ഇൻപുട്ട് 20 ആംപിയറിന്റെ ഒരു പവർ സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലഗ് സോക്കറ്റ് കൊടുത്തത് ഇപ്പോൾ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും മാറ്റേണ്ട കേസ് വരാണെങ്കിൽ നമുക്ക് ഇത് ഊരിയിട്ട് ഇൻവെർട്ടറിന്റെ ബാക്കിലുള്ള പ്ലഗ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്തിടാൻ പറ്റും. അതിന് വേണ്ടി ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ചാനൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയോടെയാണ് നമ്മളെ ഈ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിൽ നിന്ന് നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. UTL എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗാമ പ്ലസ് എന്ന് പറയുന്ന 3 kVയുടെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻവെർട്ടറാണ്. അത്യാവശ്യം നല്ലൊരു യെല്ലോ വേരിയൻ്റ് ആണ് നമുക്ക് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻവെർട്ടർ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 3 kV ആണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത്. ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ നമുക്ക് LED പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഈ ഇൻഡിക്കേഷൻ LED ഡിസ്പ്ലേ തന്നെ ഇതിനകത്ത് ഓരോ ലൈറ്റ് ഓരോ വേരിയന്റ് ആയിട്ട് മാറുന്നതാണ്. അതായത് ഇതിനകത്ത് ഗ്രീൻ, റെഡ് അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഇതിന്റെ ഡിസ്പ്ലേയിലെ ലൈറ്റ് ഉൾപ്പെടെ മാറുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജിങ് ആംബിയർ അതിന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇൻവെർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് LED ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് IT മോഡ്, ട്യൂബുലർ ലിഥിയം, സിസ്റ്റം, ബൂസ്റ്റ് ചാർജിങ്, ഗ്രിഡ് ചാർജിങ് അങ്ങനെ 3 ഇതാണ് വരുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ലിഥിയം ഓർ ട്യൂബുലർ അത് നമുക്കിപ്പോൾ ഇത് കമ്പനി ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലിഥിയത്തിലും കൊടുക്കാൻ പറ്റും, സാധാ ട്യൂബുലർ ബാറ്ററിയിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ട്യൂബുലർ ബാറ്ററിക്കും വരാം. ലിഥിയത്തിലേക്ക് ഇടുമ്പോൾ ഈ ലൈറ്റ് തെളിഞ്ഞെടുക്കണം. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയാന്ന് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് ലിഥിയത്തിലേക്കുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പം IT മോഡ് ഇവിടെ എനേബിൾ ചെയ്തേക്കാണ്. IT മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ചെറിയ കമ്പ്യൂട്ടറിൻ്റെ ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ അത് ബൂസ്റ്റ് ചാർജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രിഡിൽ നിന്ന് KCB ബാറ്ററി ബൂസ്റ്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് ചാർജ് ആംബിയർ കൂടുതൽ എടുത്ത് KCB ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡാണ്. അത് നമ്മളിപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഗ്രിഡ് ചാർജിങ്ങും ഓഫാണ്. ഇത് ഓൺ ആയാലാണ് ലൈറ്റ് തെളിയുമ്പോഴാണ് ഗ്രിഡ് ചാർജിങ് ഓണായി KCB ബാറ്ററി ചാർജ് ആവുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് വരുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഓപ്ഷൻസ് LCD ഡിസ്പ്ലേയിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ മാറും. ഇപ്പോൾ എത്ര ആംബിയറിലാണ് ചാർജിങ് നടക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഗ്രിഡ് ചാർജിങ് നമ്മുടെ ഇൻവെർട്ടറിൽ എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ താഴത്തെ ഗ്രിഡ് ചാർജിങ് സ്വിച്ച് നമ്മൾ 3 തവണ ഇങ്ങനെ ഞെക്കാം. 3 തവണ ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തെളിയും. അതാവുമ്പോൾ ഇപ്പോൾ ഗ്രിഡ് ചാർജിങ് ഓൺ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ KCB ബാറ്ററി ചാർജിങ് നടക്കും. ഇപ്പം നിലവിൽ ഇതിപ്പോൾ ചാർജിങ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസ് ഇൻപുട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡയറക്റ്റ് സോളാർ ത്രൂ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 4:30-5 മണി സമയത്താണ്. അതുകൊണ്ട് സോളാർ ത്രൂ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. KCB വരുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഗ്രിഡിൽ നിന്ന് ബാറ്ററി എടുത്ത് ചാർജ് ആവും. ഇതിപ്പോൾ എനേബിൾ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിഡിൽ നിന്നായിരിക്കും ചാർജ് ആവുന്നത്. ഇനി ഇത് ഡിസേബിൾ ചെയ്യുന്നത് നമ്മൾ ഈ സ്വിച്ചുമ്പോൾ തന്നെ 3 പ്രാവശ്യം ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് ഡിസേബിൾ ആയിക്കോളും. നമ്മുടെ ഇൻവെർട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് സെറ്റിംഗ്സ് മാറ്റാനായാലും എല്ലാം നമുക്ക് സെറ്റിംഗ് പ്രോബോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. സാധാരണക്കാരനായാലും ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും ഇതിന്റെ വോൾട്ടേജ് മാറ്റാനും റിലേ ചേഞ്ച് ചെയ്ത് മാറ്റാനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഡിസ്പ്ലേ നോക്കിക്കാനും പറ്റും. അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ വരുന്നത്. നമുക്ക് ഇനി ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് വരുന്നത്. മൊത്തത്തിൽ 2 ഫാനും കൂളിംഗ് ഫാനും കാര്യങ്ങളും വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ സോളാറിന്റെ DC ബ്രേക്കറിന്റെ ഔട്ട് വരുന്നത് ഇവിടേക്കാണ്. ഈ MPPT ഇൻബിൽഡ് ഉള്ള ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇതിലേക്കാണ് നമ്മുടെ ഔട്ട് കയറുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ നമുക്ക് 3000 ആണ് നമ്മുടെ VA വരുന്നത്. 24 വോൾട്ട് DC സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണ നമ്മുടെ ഇൻവെർട്ടർ ആണ്. പിന്നെ അതിന്റെ നോർമൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ VOC റേഞ്ച് വരുന്നത് 30 to 106 വോൾട്ട് ആണ്. 106 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് പാനൽ 52 വോൾട്ട് VOC ചെയ്യുന്ന പാനലൊക്കെ നമുക്ക് 2 സുഖമായിട്ട് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടറിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ സീരിയൽ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മുടെ ഇതിന്റെ ബാക്കിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് ബാക്കിൽ വേറെ നോക്കിക്കഴിഞ്ഞാൽ AC MCB വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻപുട്ട് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഒരു ബ്രേക്കറാണ്. 20 ആംപിയറിന്റെ AC ബ്രേക്കറോട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാലോ അല്ലെങ്കിൽ വോൾട്ടേജിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാലോ അല്ലെങ്കിൽ ലോഡിൽ എന്തെങ്കിലും കൂടുതൽ പെട്ടെന്ന് ഓവർലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിയുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രേക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതിനുശേഷം അത് ഓണാക്കി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഒരു പ്ലഗ് സോക്കറ്റാണ് 16 ആംപിയറിന്റെ പ്ലഗ് സോക്കറ്റാണ് നമ്മളിവിടെ വയറിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഊരിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത പ്ലഗ് സോക്കറ്റിലേക്ക് കൊടുത്ത് ബൈപ്പാസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധാ ലോഡ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2 കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം MPPT സൈഡിൽ വർക്ക് ചെയ്യാനും ഒരെണ്ണം ഇൻവെർട്ടറിന്റെ ബോർഡിൽ വർക്ക് ചെയ്യാനും. അത് ഓവർ ഹീറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അബ്സോർവ് ചെയ്ത് കളയാൻ വേണ്ടി 2 കൂളിംഗ് ഫാനും അതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിന്റെ AC ഇൻപുട്ട് ഈ വയറാണ് പോയിരിക്കുന്നത്. ബാറ്ററിയിലേക്ക് പോയിരിക്കുന്ന വയറും നേരെ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ വരെ 3 kV 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാക്സിമം 3000 V ആണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത്. 2800 വാട്ട്സ് വരെ നമുക്ക് മാക്സിമം ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഇൻവെർട്ടറിൽ ഒരു 1000-1500 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ഒരു UTL 3 kV ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൽ കൊടുക്കാൻ പറ്റുന്ന ലോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ലൈറ്റ്, ഫാന്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, അയൺ ബോക്സ് ഇത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും.
AC ഒക്കെ നമുക്ക് ഇതിനകത്ത് എടുത്തോളും. ഇൻവെർട്ടർ AC ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. AC ഒക്കെ പകലാണെങ്കിൽ ഡയറക്റ്റ് സോളാർ ഉള്ളതുകൊണ്ട് സോളാർ ത്രൂ നടക്കും. വൈകിട്ടാകുമ്പോൾ ബാറ്ററി മാത്രമാണ് നമുക്ക് ഇതിന്റെ ബാറ്ററിയിൽ നിന്ന് മാത്രമേ ഇതിന്റെ ഡിസ്ചാർജിങ് വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ AC കൂടി ഇടുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്കിയുള്ള ലൈറ്റ് ഫാനൊക്കെ അത് ഒരുപാട് ബാക്കപ്പ് കിട്ടാതെ നമുക്ക് മൊത്തത്തിൽ ഓഫ് ആയി പോകും. അപ്പോൾ രാത്രി നമ്മൾ ACയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൽ AC കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ACയുടെ അവിടെ ഒരു ബൈപ്പാസ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓവർ വെക്കുക. ഡയറക്റ്റ് രാത്രി നമുക്ക് KCBയിലേക്ക് ഇടാം, പകലാകുമ്പോൾ അത് സോളാർ ത്രൂ ഇൻവെർട്ടർ ത്രൂ പ്രവർത്തനമാകുന്ന രീതിയിൽ ഇടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകൽ AC ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇൻവെർട്ടറിൽ നമുക്ക് ഇപ്പോൾ പാനൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ 106 വോൾട്ട് ഒരു VOC കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ലേറ്റസ്റ്റ് പാനൽ 52 വോൾട്ട് VOC തന്നെ 2 പാനൽ സീരീസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം VOC കറക്റ്റ് ആവും. പിന്നീട് നമുക്ക് പാനൽ ആഡ് ചെയ്യണമെങ്കിൽ തന്നെയായാലും അത് 2 സ്ട്രിങ് ആയിട്ട് കൂന്നിട്ട് ഇവിടുന്ന് പാരലി കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2000 വാട്ട് വരെ പാനൽ, കാരണം നമുക്ക് 2800 വാട്ട്സ് നമുക്ക് മാക്സിമം ഇൻവെർട്ടറിൽ എടുക്കും. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ച് വേണം പാനൽ ആഡ് ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 1500 വാട്ട്സ് പാനൽ അല്ലെങ്കിൽ 1800 വാട്ട്സോളം നമ്മൾ ലോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി 2 പാനൽ വെക്കുമ്പോൾ ഓൾമോസ്റ്റ് 1000 വാട്ട്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 പാനൽ കൂടി ആഡ് ചെയ്തിട്ട് അത് 2 സ്ട്രിങ് ആയിട്ട് 4 കേബിളിൽ കൂടെ കൊണ്ടുവന്നിട്ട് അത് പാരലി കണക്ട് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 2000 വാട്ട്സ് പാനലിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സോളാറിൽ നിന്ന് ത്രൂ പ്രവർത്തനം നടന്നോളും, പിന്നെ ബാറ്ററി ചാർജിങ്ങും നടന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ലോഡ് കപ്പാസിറ്റി വരുന്നത്. പാനൽ കണക്ട് ചെയ്യാനായാലും അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിന്റെ ബാറ്ററിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ വേസ് അതിൻ്റെ അടുത്ത ചേട്ടൻ നമ്മൾ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാറ്ററി ആരും എടുത്തുകൊണ്ടാകാതിരിക്കാൻ വേണ്ടി. നമ്മൾ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ UTL എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 25 വോൾട്ട് വരുന്ന ബാറ്ററിയാണ്. അതായത് നമ്മളിപ്പോൾ 24 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 25 കൊടുക്കാം. ഇതിപ്പോൾ 12 വോൾട്ടിന്റെ ട്യൂബുലർ ബാറ്ററി 2 ബാറ്ററി വെക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഈ ഒരൊറ്റ ബാറ്ററി വെച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ട്യൂബുലർ ബാറ്ററി വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വെക്കാനും പറ്റില്ല, കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. നമുക്ക് 2 മാസം കൂടുമ്പോൾ ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതോട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് 10 to 15 വർഷം വരെ ലൈഫ് ഉണ്ട്. അതായത് അതുവരെ നമുക്ക് ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പൊ 24 വോൾട്ട് 200 AHന്റെ 2 ബാറ്ററി വെക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഈ 24 വോൾട്ട് 100 AHന്റെ സിംഗിൾ ഒരു ബാറ്ററി വെച്ചാൽ മതി. ഈ പറഞ്ഞ ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടും. അപ്പൊ നമുക്ക് UTLന്റെ ബാറ്ററി ആയതുകൊണ്ട് തന്നെ 5 വർഷം വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്ററിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ബ്രേക്കർ വരുന്നുണ്ട്. 125 ആംപിയറിന്റെ ഒരു DC ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ഈ ബാറ്ററിയുടെ ഇൻപുട്ടും ഇത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെഡ് സ്വിച്ച് ഉണ്ട്. ഇതിന്റെ ബാറ്ററിയുടെ BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. അപ്പൊ ഇത് രണ്ടും ഓൺ ചെയ്താലാണ് നമുക്ക് ബാറ്ററിയുടെ ഔട്ട്പുട്ട് വരുള്ളൂ. പിന്നെ ഇതിന്റെ വേറെ ഒരു പ്രത്യേകതയാണ്, ചിലവർ ചോദിക്കുന്നുണ്ട് ലിഥിയം ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതായത് നമ്മൾ ഈ ബാറ്ററിയിൽ പല സെല്ലുകളായിട്ട് തിരിച്ചേക്കാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ചാർജിങ്ങിൽ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ ഈ BMS ഓഫ് ആയി പോകും. പിന്നെ അതൊരു നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ഇത് അയച്ച് അതൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതിപ്പോൾ എന്തായാലും, അതായത് ഹൈ വോൾട്ടേജ് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് ഓഫായി പോയിക്കോളും. അതുകൊണ്ട് 100% പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മളായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി വെച്ചിരിക്കുന്ന സ്ഥലം അത് ഒരുപാട് വെള്ളം നനയാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റ് വെയിലൊന്നും അടിക്കാത്ത സ്ഥലങ്ങളായിരിക്കാം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താണെങ്കിൽ വേറെ ബാറ്ററിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വെയിൽ ഡയറക്റ്റ് അടിക്കില്ല, മഴയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാറ്ററി ഒക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മറിച്ച് നമ്മളിത് നല്ല രീതിയിൽ അങ്ങനെ വെയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഇതിൽ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇനി ബാറ്ററിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ കാര്യം 25.6 വോൾട്ട് 100 AH ആണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇതിനകത്ത് നമുക്ക് മാക്സിമം ഡിസ്ചാർജിങ് കറണ്ട് പറഞ്ഞിരിക്കുന്നത് 80 ആംപിയറോളം നമുക്ക് ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം 45 ആംപിയർ വരെ നമുക്ക് ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ലോ കട്ട് ഓഫ് വോൾട്ടേജ് 22.8 വോൾട്ട് ആണ് കട്ട് ഓഫ് വോൾട്ടേജ് വരുന്നത്. ഹയർ കട്ട് ഓഫ് വരുന്നത് 28.5 വോൾട്ട് ആണ് നമുക്ക് ഹയർ കട്ട് ഓഫ് വരുന്നത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ബാറ്ററി ഡിസ്പ്ലേ ഓൺ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബാറ്ററിയുടെ വോൾട്ടേജ് നമുക്ക് കാണാൻ പറ്റും 28 വോൾട്ട്. അതായത് ബാറ്ററി ഇപ്പൊ 92% ഉണ്ട്. ഇപ്പൊ ഈ സമയത്ത് ബാറ്ററി ചാർജ് ഫുള്ളാണ്, ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി സോളാർ ത്രൂ ആണ് നമ്മുടെ വീട്ടിലെ ഉപയോഗങ്ങൾ നടക്കുന്നത്. ഡിസ്ചാർജിങ് ബാറ്ററി നടക്കുന്നുണ്ട് 1.2 ആംപിയറിൽ. ബാക്കി സോളാർ ത്രൂ ആണ് പ്രവർത്തനം നടക്കുന്നത്. ഈ പറഞ്ഞതിൽ ബാറ്ററി 28%ഓളം ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത് നോക്കുന്നതിന്റെ വാറന്റി കേസാണ്. നമുക്കിപ്പോ ഈ ഇൻവെർട്ടറിന് കമ്പനി 3 വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറന്റി തരുന്നുണ്ട്. നമുക്ക് ബാറ്ററിക്ക് 5 വർഷം ഫ്രീ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് വരുന്നത്. നമുക്ക് 5 എന്നുള്ളത് ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് 10 വർഷം വരെ കൂടുതൽ ലൈഫ് കിട്ടും. കാരണം ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് അത്രയും ലൈഫ് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ ഈ ഇൻവെർട്ടറിൽ ഇപ്പൊ 3 വർഷം ആയതുകൊണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കറണ്ട് ബില്ല് ഇവിടെ ഏകദേശം 2500-3000 റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 800-700 ആ റേഞ്ചിലാണ് ബില്ല് കുറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇതിപ്പോ ഒരു സാധാരണക്കാരന് ഇപ്പൊ 5000 ബില്ലോ അല്ലെങ്കിൽ 4000 3000 ബില്ലോ എന്നോടത്ത് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ല് കുറച്ച് അതിന്റെ താരിഫ് മാറാൻ പറ്റും. അപ്പൊ ബില്ലിന്റെ താരിഫ് മാറുന്നതനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ബില്ല് 1000 താഴേക്ക് ആക്കാനൊക്കെ നല്ല രീതിയിൽ പറ്റും ഈ ഒരു സിസ്റ്റം കൊണ്ട്. ഒരു സാധാരണ വീട്ടിൽ ഇപ്പൊ 2500 3000 റേഞ്ചിൽ ബില്ല് വരുന്നിടത്തൊക്കെ ഈ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ ഇതിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇപ്പൊ 2-3 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു ജൂൺ മാസങ്ങളിലാണ്. അപ്പൊ ആ മാസത്തിൽ പ്രത്യേകം നമുക്ക് ഏകദേശം കേരളത്തെ കാലാവസ്ഥ അനുസരിച്ച് മൊത്തം മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ഗ്രിഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് യൂണിറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യൂണിറ്റ് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ലോഡ് പ്ലസ് നമ്മുടെ ബാറ്ററി ചാർജ് അതിന്റെ കപ്പാസിറ്റിക്ക് നോക്കിയിട്ടാണ് യൂണിറ്റും കാര്യങ്ങളും പറയുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇപ്പോൾ ഒരു 4 യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വീട് അടച്ചിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫ്രിഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫ്രിഡ്ജ് എന്തോ യൂണിറ്റ് യൂസ് ചെയ്യണം, ആ യൂണിറ്റ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. നമ്മൾ എന്തോരം യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതാണ് നമുക്ക് റീഡ് ചെയ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡിൽ പറയാൻ പറ്റുന്നത്. അതേസമയം നമ്മൾ ഓൺ ഗ്രിഡിലാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ലോഡ് KCBയിലേക്ക് കൊടുക്കുന്ന സാധനം യൂണിറ്റ് അവിടെ കറക്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഓൺ ഗ്രിഡിലൊക്കെ നമ്മൾ യൂണിറ്റിനനുസരിച്ചാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത്. പക്ഷേ ഓഫ് ഗ്രിഡിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡ് പ്ലസ് ബാറ്ററി ചാർജിങ് അതിനനുസരിച്ചാണ് നമ്മൾ പാനൽ കൊടുത്തിട്ടാണ് അതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 3 kV ഓഫീസ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററി, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ സിസ്റ്റം വരുന്നത് നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പോ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ നമ്മൾ ഈ സിസ്റ്റം നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ഇടുന്നത്. വീഡിയോ നമ്മൾ വർക്കുകൾ നമ്മൾ 3-4 സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടക്കമാണ് നമ്മുടെ ഇപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ സിസ്റ്റം നമ്മൾ ഓൾ കേരള ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ നമ്മൾ ഇതിന്റെ വാറന്റിയുടെ കേസ് എന്ന് പറയുന്നത് നമുക്ക് UTL എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഓൺ സൈറ്റ് വാറന്റി, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഇവരുടെ ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ടെക്നീഷ്യന്മാർ വിളിച്ച് നമുക്ക് അതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ വന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരും. നമുക്ക് ഓൾ കേരള സർവീസ് ഓൺ സൈറ്റ് ഇൻവെർട്ടറിനും ബാറ്ററിക്കും ഉള്ളതാണ്. പിന്നീട് നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ചെയ്യാനായിട്ട് മൊത്തം നമുക്ക് ചിലവ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 1.26 to 1.30 1,26,000 to 1,30,000 ഉള്ളിലാണ് നമുക്ക് ഇതിനകത്ത് എമൗണ്ട് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ നമ്മുടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ വരുന്നുണ്ടാവും, ബാറ്ററി വരുന്നുണ്ടാവും, 2 പാനൽ വരുന്നുണ്ടാവും. ടോപ്പ് ഓൺ പാനലായിരിക്കും 520 വാട്ട്സിന്റെ 2 പാനൽസ് വരുന്നുണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാളേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, കംപ്ലീറ്റ് പാനലിന്റെ സ്റ്റാൻഡ് വർക്ക് ഉൾപ്പെടെ. ഈ പാനലിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഷീറ്റിന്റെ ഇതിന്റെ മേളിലേക്കാണ് അല്ലെങ്കിൽ റൂഫ് ടോപ്പിലേക്കാണെങ്കിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമുക്ക് അതിന്റെ വാക്വയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ലോങ് നമ്മൾ സൈഡിലൊക്കെ പോകുമ്പോഴായാലും ചെറിയ രീതിയിൽ വേരിയേഷൻ വരും. എന്നാലും ഓൾമോസ്റ്റ് 1,26,000 to 1,30,000 ഉള്ളിലാണ് നമുക്ക് എമൗണ്ട് വരുന്നത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾ കേരള ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സിസ്റ്റം. പല സ്ഥലങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. നമ്മൾ തൃശ്ശൂർ സൈഡിൽ ഇതിന്റെ തന്നെ ഈ സെയിം സിസ്റ്റം തന്നെ 4 പാനൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ഒരു ദിവസം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.